ഓം ശാന്തി. ശരീരത്തെ പൂർണ്ണമായും റിലാക്സ് ചെയ്ത് എൻ്റെ മനസ്സിനെ സർവകാര്യങ്ങളിൽ നിന്നും വേർപെടുത്തി എൻ്റെ പൂർണ്ണ ശ്രദ്ധ സ്വയം തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഭ്രുകുടി മധ്യത്തിൽ ഒരു ബിന്ദുവിലേക്ക് ഏകാഗ്രമാക്കുന്നു. സ്വയം തന്നെ തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെ പോലെ കാണുന്നു. ഞാൻ അവിനാശി ചൈതന്യ ശക്തിയാണ്. ഒരു ലൈഫ് എനർജിയായി ഈ ശരീരത്തെ എംപവർ ചെയ്യുന്നു. ഞാൻ ഈ ശരീരത്തെ നടത്തിക്കുന്ന ചൈതന്യ ശക്തിയാണ്. ഞാനൊരു ബിന്ദു സ്വരൂപ ആത്മാവാണ്. ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും തീർത്തും വേറിട്ടതാണ്. ഞാൻ ശാന്തസ്വരൂപമാണ്. I am a peaceful soul. പീസ് എൻ്റെ സത്യമായ നേച്ചറാണ്. ശാന്തി എൻ്റെ നിജഗുണമാണ്. എൻ്റെ സ്വധർമ്മമാണ്. സ്വധർമ്മത്തിൽ സ്ഥിതമാകുമ്പോൾ മനസ്സിൽ വിചാരങ്ങളുടെ ഗതി വളരെ സ്ലോ ആകുന്നു, ശാന്തമായി കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ വളരെ ശാന്തമായി അനുഭവം ചെയ്യുന്നു. ശാന്തിയുടെ ശക്തിയാൽ ഞാൻ നിറഞ്ഞിരിക്കുന്നു. ശാന്തിയുടെ വൈബ്രേഷൻ മുഴുവൻ ശരീരത്തിലേക്കും റേഡിയേറ്റ് ചെയ്യുന്നു. ഫീൽ ചെയ്യുകയാണ് ശാന്തിയുടെ വൈബ്രേഷൻസ് ആത്മാവിൽ നിന്നും പുറപ്പെട്ട് സമ്പൂർണ്ണ ശരീരത്തിലേക്കും വ്യാപിക്കുന്നു. മസ്തകത്തിൽ നിന്നും പാദങ്ങൾ വരെ ശരീരത്തിൻ്റെ കണകണങ്ങളിലേക്ക് ശാന്തിയുടെ സഞ്ചാരമുണ്ടാകുന്നു. എല്ലാ അവയവങ്ങളും പൂർണ്ണ ശാന്തി എക്സ്പീരിയൻസ് ചെയ്യുന്നു. എൻ്റെ സമ്പൂർണ്ണ ശരീരവും സർവ കർമ്മേന്ദ്രിയങ്ങളും ശാന്തമാകുന്നു. ഞാൻ ഡീപ്പ് പീസ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. മനസ്സിലെ ടെൻഷൻ പവർ ഓഫ് പീസിലൂടെ സമാപ്തമാകുന്നു. ഞാൻ വളരെ ശാന്തമാകുന്നു. വളരെ പീസ്ഫുള്ളാണ്, പവർഫുള്ളാണ്. ശാന്തിയുടെ പ്രകമ്പനങ്ങൾ എനിക്കു ചുറ്റും വാതാവരണത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ സമ്പർക്കത്തിൽ വരുന്ന ഓരോ ആത്മാവും ശാന്തിയുടെ പ്രകമ്പനങ്ങൾ അനുഭവം ചെയ്യുന്നു. ശാന്തി എൻ്റെ സ്വഭാവമാണ്, സ്വധർമ്മമാണ്. എൻ്റെ ഓരോ കാര്യവും സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്ത് ഞാൻ ചെയ്യുകയാണ്.
ഇപ്പോൾ ഞാൻ സർവരെയും ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നു. വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കപ്പെടുകയാണ്. ബാബ വന്നിരിക്കുന്നു. ആദി സനാതന ദേവി ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നതിനു വേണ്ടി. സദാ ആരോഗ്യവാനും പാവനമാകുന്നതിനു വേണ്ടി ഞാൻ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. ഓർമ്മയിലൂടെ തന്നെ ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇപ്പോൾ വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കപ്പെടുകയാണ്. ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വത്തിൽ ശാന്തി ഉണ്ടായിരുന്നപ്പോൾ ദേവതകളുടെ രാജ്യമായിരുന്നു. പുതിയ രാജ്യവും പുതിയ ഭാരതവും ഉണ്ടായിരുന്നു. വീണ്ടും വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കപ്പെടുകയാണ്. പുരുഷാർത്ഥമാണ് എല്ലാറ്റിൻ്റെയും ആധാരം. ഞാൻ വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കാൻ നിമിത്തമാണ്. ആദ്യം എന്നിൽ ശാന്തി ഉണ്ടാകണം. സംഭാഷണം വളരെ സാവധാനവും രാജകീയവുമാക്കുന്നു. ഞാൻ ബാബയുടെ അവകാശിയാണ്. ഇതെന്റെ അന്തിമ ജന്മമാണ്. വീണ്ടും ഞാൻ സ്വർഗത്തിൽ വരും. ഈ ദുഃഖധാമം വീണ്ടും സുഖധാമമാകുന്നു. ശാന്തിയുടെ വരദാനം തരാൻ ബാബ വന്നിരിക്കുകയാണ്. അശാന്തരായ ആത്മാക്കൾ ഓർമ്മയിലൂടെ സതോ പ്രധാനവും ശാന്തവുമാക്കുന്നു. ഞാൻ ബാബയെ ഓർമ്മിക്കുന്നതനുസരിച്ച്, സേവനം ചെയ്യുന്നതനുസരിച്ച് സുഖം നേടും. ബാബ ഓരോ കാര്യത്തിലും പുരുഷാർത്ഥം ചെയ്യിക്കുന്നു, ഉയർന്നവനാക്കി മാറ്റുന്നു. എൻ്റെ കൂടെ സത്യമായ ബാബ, സത്യമായ ടീച്ചർ, സദ്ഗുരുവുമുണ്ട്. ഞാൻ പവിഴ ബുദ്ധിയുള്ളതായി മാറുന്നു. ഞാൻ ഓർമ്മയുടെ ബലത്തിലൂടെ മായയുടെ മേലെ വിജയം നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ബ്രാഹ്മണ കുട്ടികൾക്ക് ഒറ്റ മതമേയുള്ളൂ, വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കാനുള്ള മതം. ബാബ മനസ്സിലാക്കി തരുന്നു. ചാർട്ട് വെക്കൂ, എങ്കിൽ വളരെ ലാഭമുണ്ടാകുന്നു. വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുന്നതിന് നിമിത്തമായ ബ്രാഹ്മണനാണ് ഞാൻ. വളരെ ശാന്തചിത്തനാകുന്നു. പതുക്കെ രാജകീയതയോടെ സംസാരിക്കുന്നു. ആലസ്യം ഉപേക്ഷിച്ച് ഓർമ്മിക്കാൻ പരിശ്രമിക്കുന്നു. ബാബ വരദാനം തരുന്നു. പരീക്ഷയിൽ പരിഭ്രമിക്കുന്നതിനു പകരം ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് ഫുൾ പാസ്സാകുന്ന സഫലതാമൂർത്തിയായി ഭവിക്കൂ. ഫുൾ സ്റ്റോപ്പാണ് ബിന്ദുവിൻ്റെ സ്റ്റേജ്. കണ്ടിട്ടും കാണാതിരിക്കുന്നു, കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നു. ബാബ കേൾപ്പിച്ചത് കേൾക്കുന്നു, ബാബ നൽകിയത് കാണുന്നു. ഫുൾ പാസ്സാകുന്നു. സദാ ഉയരുന്ന കലയുടെ അനുഭവം ചെയ്തുകൊണ്ട് സഫലതാ നക്ഷത്രമാകുന്നു.
സോ ഉന്നതി ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ, കറക്ഷൻ, കൊട്ടേഷൻ എന്നിവ ത്യാഗം ചെയ്ത് കണക്ഷൻ അഥവാ യോഗം ശരിയാക്കി വെക്കുന്നു. ഓം ശാന്തി.